സംസ്ഥാന പോലീസിൽ ആത്മഹത്യകൾ വീണ്ടും കൂടുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം ആത്മഹത്യ ചെയ്തത് 5 ഉദ്യോഗസ്ഥരാണ്. പോലീസ് ജോലി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ്. അതേസമയം പോലീസ് ഉന്നതതല യോഗം ഇപ്പോൾ ചേരുകയാണ്. സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന ഗുണ്ട ആക്രമണങ്ങളും യോഗത്തിൽ ചർച്ചയാകും. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ഇത് ഈ ഉന്നതതല യോഗം ചേരുമ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുക? അത് ഈ ആത്മഹത്യകളുടെ പശ്ചാത്തലത്തിൽ കൂടി ആണോ ഈ യോഗം? വിവരങ്ങൾ എന്താണ്? വീണ, നിലവിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ, പ്രധാനമായും ജില്ലാ പോലീസ് മേധാവി ഉപരിയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഇപ്പോഴുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. പ്രധാനമായും ഈ ഉന്നതതല യോഗത്തിൽ ചർച്ചയാക്കുന്നത് പോലീസിനുള്ളിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ പോലീസിനുള്ളിൽ കഴിഞ്ഞ കുറച്ചു കാലഘട്ടം പരിശോധിക്കുന്നതിനിടയിൽ വലിയ രീതിയിൽ പോലീസ് സേനയ്ക്കുള്ളിൽ ആത്മഹത്യാ പ്രേരണ കൂടുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നു, ജോലി ഉപേക്ഷിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങുന്നു. വലിയ ജോലി സമ്മർദ്ദം ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് ഓരോ ഉദ്യോഗസ്ഥരും കടക്കുന്നത് എന്ന ഒരു വിലയിരുത്തലാണ് ഉന്നതതല യോഗത്തിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഗുണ്ടാക്രമണം, ക്രമസമാധാന പ്രശ്നങ്ങളിലെ ഇടപെടലിൽ കൃത്യമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിനോ പോലീസിനോ സാധിക്കുന്നില്ല എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ലഹരി മാഫിയ സംസ്ഥാനത്ത് വലിയ തോതിൽ വർദ്ധിക്കുന്നു. ലഹരി മാഫിയയുടെ വൻകിട മാഫിയ സംഘങ്ങളുടെ ഇടപെടലുകൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പോലീസ് സേനയിലെ അംഗങ്ങൾ തന്നെ നേരിട്ട് ഗുണ്ടാ മാഫിയകളുടെ ഭാഗമാകുന്ന ഒരു സാഹചര്യം നമുക്ക് നേരത്തെ അറിയാം. ക്രൈംബ്രാഞ്ചിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഗുണ്ടാ സംഘത്തിന്റെ പിടിയിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും ഉന്നതതല യോഗത്തിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പോലീസ് സേന ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് ഗുണ്ട ആക്രമണങ്ങൾ നേരിടുന്നതിൽ, അത് മുൻകൂട്ടി മനസ്സിലാക്കുന്നതിൽ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഉള്ള പ്രവർത്തനത്തിൽ കൂടുതൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംഘടിതമായി നടക്കുന്ന ആക്രമണങ്ങളിൽ മുൻകൂട്ടി അറിയാനുള്ള പോലീസ് സംവിധാനം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു സംവിധാനം പോലീസിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഗുണ്ടാ സംഘങ്ങൾക്ക് വിളയാടാനുള്ള ഒരു സൗകര്യം പോലീസിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ ഒരുക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിമർശനങ്ങളും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവികൾ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഉന്നതതല യോഗം പുരോഗമിക്കുന്നത്.